എന്തിനാടി ഞാൻ ഇങ്ങനെ പഠിക്കാൻ വിടുന്നത്? മോം ബീസ്കിപ്പിടി മാം. സോ ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും പേരൻസ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ വേറെ പേരൻസ് ഒക്കെ ഇനി എത്തിച്ചേരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റോൾ നമ്പർ 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ റോൾ നമ്പർ 1 ദിയ അകത്തേക്ക് വരൂ. ഗുഡ് മോർണിംഗ്. സോ ദിയയുടെ പേരൻറ്റ് ഇന്ന് മോളെ കൊണ്ടുവന്നതിനൊക്കെ താങ്ക് യു. ബട്ട് ഈ വട്ടം ദിയ ഭയങ്കര മോശമായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആകെ 67% ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടം 81 വാങ്ങിച്ച കുട്ടി 67 വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഡൗൺഫോൾ തന്നെയാണ്. സോ ഞാൻ റിപ്പോർട്ട് കാർഡ് കാണിക്കാം. സുശ്രീ ചേച്ചി അതിനടുത്തെ നമ്മുടെ ഇതാണ് മോളുടെ റിപ്പോർട്ട് കാർഡ്. നമ്മുടെ ചെക്ക് ചെയ്തോളൂ. ടീച്ചർ 67%. 67. എന്റെ ടീച്ചർ 67%. 67. എന്റെ പൊന്നു ടീച്ചറിന് അപ്പുറത്തെ വീട്ടിൽ കൂലിപ്പണിക്ക് പോയാൽ എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നത്. എനിക്ക് എന്താടി നല്ലതൊന്നും ചെയ്താ? 67. സോ മാഡം, ഞാൻ മാഡത്തിനെ വിഷമിപ്പിക്കാനായിട്ട് പറഞ്ഞല്ല. ഇത് പൊതുവേ എല്ലാ ടീച്ചർമാരുടെ ഒരു അഭിപ്രായമാണ്. അതായത് പെട്ടെന്ന് ഇത്രയും നന്നായിട്ട് പഠിച്ചൊരു കുട്ടി ഇത്രയും മോശം മാർക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ആരായാലും ചെറുതായിട്ടൊന്ന് ഷോക്കാവും. സോ അത്രയും ഞെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, വേറെ കുട്ടികളും ഉണ്ട്, ഇതിലും കുറച്ച് മാർക്ക് വാങ്ങിച്ച പിള്ളേരുണ്ട്. സോ പേടിക്കണ്ട. അതായത് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ളത് ഇതിൽ നന്നായിട്ട് പഠിച്ചാൽ മതി. പഠിക്കില്ലേ മോളെ? ടീച്ചറെ എനിക്ക് റിസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. സോ മാഡം, ഇതെന്താണ് അസുഖം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും വീട്ടിൽ കൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ നോക്കുക കേട്ടോ. പഠിക്കുന്നൊന്നും ഇല്ല ഇപ്പം. എന്തായാലും താങ്ക് യു. പൊക്കോളൂ. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അമ്മ ആദ്യം ഓറ ഫാം ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ ഫാമിൽ മുട്ട മേടിക്കാൻ പോകുന്നുണ്ട്. പൊട്ട PTM എന്തൊക്കെയാടാ സംഭവിക്കുന്നത്? നമുക്ക് ടയർ മാറ്റിയിട്ട് നമുക്ക് സ്ലിപ്പപ്പ് മേടിക്കാം. ആ ശരി, നമുക്ക് വണ്ടി വെക്കട്ടെ. കേറാം. മോർണിംഗ് ടീച്ചർ, ലേറ്റ് ആയി പോയി, സോറി. ഇത് ചേട്ടനാണോ മോൻ്റെ? യാ, ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അച്ഛനാണെന്ന്. സാരമില്ല, ചേട്ടന് 23 വയസ്സുണ്ട്. ആ ശരി. സോ മാർക്ക് ഈ വട്ടം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വട്ടത്തെക്കാട്ടിലും 3% മുന്നോട്ടാണ്. ഒരു 89% വാങ്ങിച്ചിട്ടുണ്ട്. 1% 90 കയറായിരുന്നു. സോ ബട്ട് ഇച്ചിരി നന്നായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90 കയറ്റായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കണം കേട്ടോ. യെസ് മാം. 89% അമ്മയോട് ഞാൻ പറയട്ടെ. വല്ലോ അമ്മ, ഇതിന് 89% ഉണ്ട്. എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് അപ്പോൾ 61% ഉള്ളൂ. എൻ്റെ അനിയനായതുകൊണ്ടാ ഇത്രയും മാർക്ക് മേടിച്ചേ. അപ്പൊ ഞാൻ കട്ടാക്കുവാണെങ്കിൽ PTVD നടക്കുക. ശരി അമ്മ. വീട്ടിൽ ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും മോനെ കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇയാൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ മോനെ കണ്ടെന്തേലും പഠിക്കും. ശരി എന്നാ, താങ്ക് യു. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടില്ല കേട്ടോ. നീ വന്നു ഇങ്ങോട്ട്. നമുക്ക് ഡോക്കി കയറി പോവാം. ചേട്ടാ സ്ലിപ്പപ്പ് വേണം ചേട്ടാ എനിക്ക്. ഗുഡ് മോർണിംഗ് മാഡം. അപ്പം മോളുടെ റിപ്പോർട്ട് കാർഡൊക്കെ വന്നിട്ടുണ്ട്. 98% ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഐ എം വെരി ഹാപ്പി വിത്ത് ഹർ മാർക്സ്. ആൻഡ് അവൾ ക്ലാസ് ഫസ്റ്റ് ആണ്. കഴിഞ്ഞ വട്ടത്തെക്കാളും 7% കൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഷീസ് എ ഗ്രേറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ടീച്ചേഴ്സ്. ഇറ്റ്സ് 10 out of 10. ഓക്കെ, സോ എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എന്തുവാ ടീച്ചർ അതിനെന്താ? അപ്പം മോളെ പറ്റി എന്താണ് പറയാനുള്ളത്? പറയാനാണോ നിങ്ങൾ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചേ? അടുത്ത വർഷം എന്തോ പറഞ്ഞാലും പറ്റുമോ? വാ മോളെ. എന്തോ പേരൻസ് മീറ്റിംഗ് ആണോ? മക്കളുടെ അത്രയും നിലവാരം പോലും ഇല്ല പേരൻസിന്. ഞാൻ ഈ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഇനി എന്തിനാടി ഞാൻ പഠിക്കാൻ വിടുന്നത്? ബീസ്കിപ്പിടി. താങ്ക് യു മാം. വീട്ടിൽ പോയിട്ട്